Good morning, all friends and സിനർജി ക്രിയേഷൻ ഫാമിലി മെമ്പേഴ്സ്. എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥലവും അതിൽപ്പെടുന്ന ഒരു പഴയ വീടിന് നല്ല രീതിയിൽ പഴക്കമുണ്ട്. എന്നിരുന്നാലും കൊല്ലങ്ങളോളം താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ്. 3 ബെഡ്റൂമുണ്ട്. 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത്. വീടിന് പഴക്കമുള്ള കാരണം വീടിൻ്റെ റേറ്റ് മാത്രം കണക്ക് കൂട്ടിയിട്ടില്ല. പ്രധാനപ്പെട്ട നല്ല രീതിയിൽ വീടിൻ്റെ മുൻപിൽ കൂടെ വാഹനങ്ങൾ അധികം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റോഡിനോട് ചേർന്നാണ്. ഏകദേശം 65-70 അടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു ചതുര പ്ലോട്ടാണ്. അതിൽ തന്നെ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയാണ് ഈ വീട് പണിതിട്ടുള്ളത്. വേറെ ഭാഗത്ത് അത്യാവശ്യം ഒരു ചെറിയ ഷോപ്പൊക്കെ നടത്തുന്നതിന് വേണ്ട ഒരു ബിൽഡിംഗ് പണിത് അതിലൊരു ഷോപ്പ് നടത്തുന്നതിന് ഉൾപ്പെടെ ഒരു ഉപജീവന മാർഗം കൂടി നടത്തുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലവും അതിൽപ്പെടുന്ന ഒരു പഴയ വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. നല്ല നല്ല സ്ഥലങ്ങളുടെയും നല്ല നല്ല വീടുകളുടെയും വഴിയുള്ള വെള്ളമുള്ള വെളിച്ചമുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലുള്ള തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് 8 മണിക്ക് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. എല്ലാ ദിവസവും കാലത്ത് 8 മണിക്കാണ് നമ്മളുടെ വീഡിയോ ഉള്ളത്. ചില ദിവസങ്ങളിൽ യാത്രകൾ അധികമാകുമ്പോഴാണ് ഒരു ദിവസത്തെ ഗ്യാപ്പും കാര്യങ്ങളും വരുന്നത്. എന്നിരുന്നാലും ആ സമയത്ത് നമ്മൾ പരമാവധി ചെറിയ ഷോർട്സ് വീഡിയോ ആയാലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത ദിവസങ്ങളിലാണ് ഒരു ദിവസത്തെ ഗ്യാപ്പ് വരുന്നത്. ബാക്കി എല്ലാ ദിവസവും കാലത്ത് 8 മണിക്കാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുന്നത്. ഈ വീടിന് നല്ല രീതിയിൽ പഴക്കമുണ്ട് എന്ന് ഞാൻ മുൻപേ പറഞ്ഞു. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് കൊല്ലങ്ങളോളം താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ പകർത്തിയിട്ടുണ്ട്. വീടിൻ്റെ അടിഭാഗം ഫുള്ള് ഗ്രാനൈറ്റ് സംവിധാനം കാര്യങ്ങളാണ്. വീട് പഴക്കമുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ താമസിക്കാൻ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള 3 ബെഡ്റൂമായിട്ടുള്ള ഒരു വീടാണ്. 10 സെൻറ്റ് സ്ഥലമാണ്. 1100 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. 3 ബെഡ്റൂമുണ്ട്. അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം പുറത്തായിട്ടുണ്ട്. അതുപോലെ വറ്റാത്ത കിണർ എന്ന് പറയുമ്പോൾ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന നല്ല രീതിയിൽ വറ്റാത്ത ഒരു കിണർ തന്നെയാണ്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രധാനമായും നമുക്ക് വീട് പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്ന് താമസിക്കുന്നതിന് അനുയോജ്യമാണ്. താമസിച്ചുകൊണ്ട് തന്നെ അപ്പുറത്തൊരു ഷോപ്പ് നടത്തുന്നതിന് അനുയോജ്യമാണ്. അത്യാവശ്യം അപ്പുറത്തെ ഭാഗത്ത് ഒരു വീട് പണിയുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ മുൻപ് ഒരു ഷോപ്പും കാര്യങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ ചെറിയ കട്ടകളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ 2 ഷെഡുകളായിട്ട് ബാലൻസ് ആയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഉൾപ്പെടെ നല്ല രീതിയിൽ ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ ആ രീതിയിലും, അല്ല തൽക്കാലം ഒരു റൂമും കാര്യങ്ങളാണെങ്കിൽ ആ രീതിയിലും പണിത് ഒരു ഉപജീവന മാർഗം നടത്തുന്നതിന് സൂട്ടബിളായിട്ടുള്ള ധാരാളം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട സെൻറ്ററുകളെ ഒന്നിപ്പിക്കുന്ന ഒരു റോഡിലാണ്. ആ റോഡിനോട് ചേർന്നാണ് ഇന്നത്തെ ഈ വീടും സ്ഥലവും കൊടുക്കുവാനുള്ളത്. 10 സെൻറ്റ് സ്ഥലമാണ്. ആ പ്രദേശത്തെ ഒരു റേറ്റും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റോഡിനോട് ചേർന്നാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 32 ലക്ഷം രൂപയാണ്. അതിലും വളരെ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ്. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാഴൂർ പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 19 കിലോമീറ്ററും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും
ആലപ്പാട് ചാഴൂർ തൃപ്രയാർ പോകുന്ന ചാഴൂർ പ്രദേശത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. തൃപ്രയാർ സെൻറ്ററിൽ നിന്നും 7 കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ്. ചാഴൂർ പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററും അതുപോലെ തന്നെ പുത്തൻപീടിക റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. ബസ് റൂട്ട് ഏകദേശം 1-1.25 കിലോമീറ്ററിലാണ് ബസ് റൂട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂളുകൾ, അതുപോലെ തന്നെ മുസ്ലിം പള്ളി, അതുപോലെ ഒരു ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ക്രിസ്ത്യൻ പള്ളി, അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അമ്പലം, അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഏകദേശം 1-1.5-2 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉണ്ട്. വീടിൻ്റെ ബാക്ക് ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 65-70 അടിയോളം ഫ്രണ്ടേജ്, അത്ര തന്നെ ഒരു ചതുര പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു സൈഡ് ഭാഗത്താക്കിയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ഭാഗത്ത് ഒരു ബിൽഡിംഗ് പണിയുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഉണ്ട്. പണ്ട് കാലത്ത് ഉള്ള ഒരു തൊഴുത്തും സംവിധാനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുൻപിൽ ഒരു റൂം പോലെ മുൻപ് എടുത്ത ഒരു ഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ കട്ടകളും കാര്യങ്ങളും വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതുപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ബിൽഡിംഗ് പണിയുന്നതിന് ആ മെറ്റീരിയലും സാധനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. പ്രധാനമായും നല്ല രീതിയിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിനോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബിൽഡിങ്ങും ഷോപ്പും കാര്യങ്ങൾക്കൊക്കെ സൂട്ടബിളായിട്ടുള്ളത്. നിങ്ങൾ വീടും വീടിൻ്റെ പരിസര ഭാഗങ്ങളും ബാക്ക് സൈഡും അതിൻ്റെ 2 സൈഡ് ഭാഗവും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീട് സ്ഥലം തന്നെയാണ്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടുണ്ട്. അധികം റേറ്റ് അല്ല, 32 ലക്ഷം രൂപയാണ് റേറ്റ്. അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഈ വീടും സ്ഥലവും വാങ്ങുന്നതിനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ വീട് ലോണും കാര്യങ്ങൾക്കും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ചെയ്തു തരുന്നതാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.